ബീഹാറിൽ മഹാസഖ്യം പൊളിച്ച് ബി.ജെ.പി. ഇന്ത്യ സഖ്യത്തെ വിട്ട് ബി.ജെ.പിയുമായി കൈകോർത്ത നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷ് ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 9ാമത്തെ തവണയാണ്. കാലുമാറിയത് ഇന്നുൾപ്പെടെ 5ാമത്തെ തവണ. 3 ദിവസം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ രാവിലെ നിതീഷ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചു. പിന്നാലെ ബി.ജെ.പിയുടെ പിന്തുണ. 9 കോൺഗ്രസ് എംഎൽഎമാരുമായി നേതൃത്വത്തിന് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കളി തുടങ്ങിയിട്ടേയുള്ളൂ എന്ന നിതീഷിനോട് തേജസ്വി യാദവ്. നിതീഷ് പോകുമെന്നറിയാമായിരുന്നു എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ പ്രതികരണം. ഒന്നുപോലും നാണിച്ചു പോകുമെന്ന് ജയറാം രമേശ്. ഇന്ത്യ സഖ്യം അത്ര പോരാ എന്നു മാത്രമാണ് ജെഡിയുവിന്റെ മറുപടി. ഇന്ത്യക്ക് താങ്ങാനാകുമോ? സഖ്യം പിളർന്ന പ്രതിപക്ഷം പതറുമോ? ബീഹാർ ബി.ജെ.പിയുടെ കൈവെള്ളയിലോ? മിഷൻ 400-ന് കരുത്തായോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM-ൽ നിന്ന്, ശ്രീ ഷാബു പ്രസാദ് വലത് സഹയാത്രികൻ, ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ രാജു പി നായർ കോൺഗ്രസിൽ നിന്ന്. 3 ദിവസമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു വാർത്തയായ ഒരു അഭ്യൂഹമായി ഒക്കെ വന്നു നിറഞ്ഞ കാര്യമാണ് ജെഡിയുവിന്റെ വീണ്ടും NDA-യിലേക്കുള്ള മടങ്ങിപ്പോക്ക്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി 9ാമത്തെ തവണ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. കസേരയുടെ കാലിന്റെ ആകൃതി മാറുന്നു എന്നുള്ളതല്ലാതെ കസേര തനിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് തന്റെ പ്രത്യയശാസ്ത്രം, അത് മാത്രമാണ് രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് അദ്ദേഹം ആവർത്തിച്ച് തെളിയിക്കുകയുമാണ്. ഇതേ നിതീഷ് കുമാറിനെ കണ്ടുകൊണ്ടാണ്, ബീഹാറിലെ ഈ രാഷ്ട്രീയ അധികായനെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു വലിയ പില്ലറായി നിലനിൽക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രതിപക്ഷ ചേരി ഇന്ത്യ മുന്നണി കെട്ടിപ്പൊക്കിയത് എന്നോർക്കുമ്പോഴാണ് അത് എത്രത്തോളം വലിയ ഒരു റിസ്ക് ഏറ്റെടുക്കലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്, വായിച്ചെടുക്കാൻ കഴിയുന്നത്. ശ്രീ ഷാബു പ്രസാദ്, NDA-യിലേക്ക് നിതീഷ് കുമാർ വരുന്നു. ബീഹാർ ബി.ജെ.പിയുടെ കൈവെള്ളയിൽ വെച്ച് തരുന്നു. ആ ഒരു ഹിന്ദി ബെൽറ്റിൽ 1.5 വർഷം മുമ്പ് നിതീഷ് കുമാർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബീഹാർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. തിരികെ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി നിൽക്കുന്ന ബി.ജെ.പിക്ക്, NDA-ക്ക് വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് നിങ്ങളുടെ മിഷൻ 400 കുറച്ചുകൂടി നിങ്ങൾക്ക് അനായാസമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് നിതീഷിന്റെ തിരിച്ചുവരവ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ രാഷ്ട്രീയ കുതികാൽ വെട്ടിനെ കാലുമാറ്റത്തെയൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്? മധു, ഒന്നാമത് ഈ നേതാക്കന്മാരും പാർട്ടികളും മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും പ്രവർത്തകർ മാറുന്നതൊക്കെ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ കാലങ്ങളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ നിതീഷ് കുമാറിൻ്റെ കാര്യം, നിതീഷ് കുമാർ 1.5 വർഷം മുമ്പ് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഏകദേശം ഇപ്പം അന്ന് നടന്ന ചർച്ചകളിൽ ഒരുപക്ഷെ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ടാവും, നോക്കിയാൽ കാണാതിരിക്കും. അന്ന് ഇവരൊക്കെ എത്രത്തോളം ആവേശത്തോടുകൂടി പറഞ്ഞപ്പോഴും എന്നെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, നിതീഷ് ഓടിയാൽ എവിടം വരെ ഓടും എന്ന് വളരെ കൃത്യമാണത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പോകാൻ, ഈ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നിതീഷിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം 2013 ഒരു പ്രാവശ്യം ചാടി. ഇവിടെ ആരാണ്, നമ്മുടെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി NDA അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ചാട്ടം ചാടി. അന്ന് ആ ബീഹാറിൽ ഇവരെ വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ 8 നിലയിൽ പൊട്ടി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, വീണ്ടും പോയി, വീണ്ടും വന്നു, വീണ്ടും പോകുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇപ്പോഴത്തെ ഈ നിതീഷിൻ്റെ ഈ മനം മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ റിയാലിറ്റി അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിതീഷ് മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന ഇവരുടെ ഈ പ്രതിപക്ഷ സഖ്യത്തിലെ പ്രാദേശിക കക്ഷികളെല്ലാം തന്നെ ഏകദേശം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് ഈ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ പോക്ക്, ഈ 2024 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിതീഷ് ഇപ്പോൾ ഈ ഒരു
മടങ്ങി വരവിന് തയ്യാറായിരിക്കുന്നത്. ശരി, ഓക്കെ. യാഥാർത്ഥ്യം. ശരി, ശ്രീ രാജു പി നായർ, ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എൻ ഡി എക്ക്. ഈ പ്രതിപക്ഷ സഖ്യമാകെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ശക്തിയുള്ള എന്ന് കരുതിയ ഒരു പില്ലർ അങ്ങനെ തന്നെ വീണുടഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം അങ്ങനെ തന്നെ തകർന്നു പോയി എന്നുള്ളതൊക്കെ. പക്ഷെ ഇതിനൊരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് യഥാർത്ഥത്തിൽ? നിതീഷ് അത്രത്തോളം പോപ്പുലറായ ഒരാൾ തന്നെയായി അവശേഷിക്കുന്നുണ്ടോ ബീഹാർ രാഷ്ട്രീയത്തിൽ? അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്ഥാനം പോലും RJD വലിയ ഒറ്റകക്ഷിയായി നിന്നുകൊണ്ട് BJPക്കെതിരെ ഒരു സഖ്യം എന്ന രീതിയിൽ നിതീഷിന്റെ അധികാര ത്വരയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകിയ ഒന്നാണ്. അപ്പോൾ മാത്രമല്ല ഇനി ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തന്നെ BJPക്ക് വലിയ തോതിൽ നിതീഷ് കുമാറിന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെ കടന്നു കയറുമ്പോൾ തന്നെ JDUവും BJPയുമാണ് വോട്ട് ഷെയർ ചെയ്യുന്നത് എങ്കിൽ അപ്പുറത്ത് RJDക്ക് ഒറ്റയ്ക്ക് തന്നെ ഭരണം നേടാൻ കഴിയുമെന്ന് അടക്കമുള്ള ചില സർവേകൾ വന്നിട്ടുണ്ട്. വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്കതോ നിതീഷ് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണോ? അല്ല, ഞങ്ങൾ ആരും പോകുന്നതാണ് നല്ലതെന്നുള്ളൊരു സമീപനം എടുക്കുന്നില്ല. തീർച്ചയായിട്ടും ഏറ്റവും സ്വാധീനം കുറവുള്ളതെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കക്ഷികളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ആശയപരമായ പോരാട്ടത്തിനാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. അതിൽ നിതീഷ് കുമാറിനെ അതിനകത്ത് വിശ്വാസത്തിലെടുത്തു എന്നുള്ളത് ശരിയാണ്. നിതീഷ് കുമാറിനെ നോക്കൂ, നിതീഷ് കുമാർ എപ്പോഴും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ RJDയുടെയും മതേതരത്വത്തിന്റെ ഒരു എന്താ പറയുക ഒരു വിട്ടുവീഴ്ചയുടെ ലാഭം കൊയ്ത ആളാണ് നിതീഷ്. ഇവിടെ സൂചിപ്പിച്ചോടെ 45 സീറ്റുള്ളപ്പോഴാണ് 78 സീറ്റുള്ള RJD നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് BJPയെ അകറ്റി നിർത്താൻ ശ്രമിച്ചത്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയാണ്. അപ്പം സ്വാധീനം കുറവാണെങ്കിൽ പോലും ഈ രാജ്യത്ത് BJPയെ അകറ്റി നിർത്തണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ RJDയും കോൺഗ്രസും എല്ലാം ചെയ്യുന്ന ത്യാഗത്തിന്റെ ഗുണഭോക്താവാണ് നിതീഷ്. അതിനപ്പുറം ഒന്നും നിതീഷിന് വലിയ ഒരു താല്പര്യം ഇതൊന്നും അവിടെ ഇല്ല. അങ്ങനെ വലിയ പോപ്പുലർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും RJDയേക്കാൾ കൂടുതൽ സീറ്റ് നേടേണ്ടത് നിതീഷ് ആയിരുന്നല്ലോ. അതുണ്ടായിട്ടില്ല. ഇനി നോക്കൂ, ഷാബു പ്രസാദ് പറയുന്ന പോലെയല്ല, BJPയുടെ വെസ്റ്റ് ബംഗാളിലെ BJPയുടെ MP ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, അജയ് ഘോഷ് പറഞ്ഞിരിക്കുകയാണ്, ഇയാളെ വിശ്വാസത്തിലെടുക്കരുത്, ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഇത്തരത്തിൽ അവസരവാദിയായിട്ടുള്ള ഒരാളെ വിശ്വാസത്തിലെടുക്കരുതെന്ന് BJP പറയുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ BJP പോലും അവർക്ക് പോലും ദഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം, അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഓന്തുപോലും തോറ്റുപോകുന്ന നിറമാറ്റം. കഴിഞ്ഞ 11 വർഷക്കാലത്തിനുള്ളിൽ എത്ര പ്രാവശ്യമാണ് ഇത് മാറിയിരിക്കുന്നത്. അപ്പോഴെല്ലാം ഗുണഭോക്താവുന്നത് നിതീഷാണ്. ആ രീതിയിൽ വലിയ തന്ത്രജ്ഞനാണെന്നോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ എന്താ പറയുക ഒരു ബാർഗെയിനിങ് വിലപേശലിന് മിടുക്കനാണെന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ BJPക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസിനെയും അല്ലെങ്കിൽ RJDയെയും ബീഹാറിൽ തകർക്കുക എന്ന ലക്ഷ്യത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെയും RJDയുടെയും BJPയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിനും ഇരയായി മാറുന്ന അല്ലെങ്കിൽ ഗുണഭോക്താവായിട്ട് മാറുന്നത് നിതീഷ് കുമാറാണ്. അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് വെച്ച ആശയമല്ല. ഇന്ത്യ മുന്നണി ഈ രാജ്യത്ത് മുഴുവൻ മതേതരത്വം ആഗ്രഹിക്കുന്ന ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായിട്ട് ശക്തമായ പക്ഷെ ആ മുന്നണി അത്ര പോരാ എന്നുള്ളതാണ് JDUവിന്റെ ഭാഗത്ത് നിന്ന് ആകെ പുറത്തു വന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ആ പ്രതികരണം പക്ഷേ നിതീഷ് ആദ്യമായിട്ടല്ല. നിതീഷ് ഇങ്ങനെ പോയാൽ പോരാ എന്ന മുന്നറിയിപ്പുകൾ ചിലത് നൽകുന്നുണ്ടായിരുന്നു നേരത്തെയും. മാധു, അതൊന്നും അല്ലല്ലോ ആ മുന്നണിയുടെ യോഗത്തിനകത്തും അദ്ദേഹത്തിന് പറയാൻ കഴിയാവുന്ന എല്ലാ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തുകൊണ്ട് ഒരു സംസ്ഥാനത്തെ സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ തീരുമാനം എടുക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങളോട് എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്? എന്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ എന്ത് പ്രശ്നം കൊണ്ട് ഞാൻ ഈ തീരുമാനം എടുക്കുന്നു എന്ന് സ്വന്തം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? അത് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? അതില്ലല്ലോ. അദ്ദേഹം പകരം എന്താ പറയുന്നത്? എല്ലാം ശരിയല്ല എന്നുള്ള. എല്ലാം ശരിയാവില്ലല്ലോ. 28 പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് വന്നുകൊണ്ട് ഒരു കോമൺ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തകൾ ഉണ്ടാവും, അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ബാധ്യതപ്പെട്ട ഈ ഇന്ത്യ മുന്നണിക്ക് രൂപം കൊടുക്കുന്നതിന് ഒരു നേതൃപങ്ക് വഹിച്ച ആളാണ് നിതീഷ് കുമാർ. അത് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മുന്നണിക്കും BJPക്കും എതിരുള്ള രാഷ്ട്രീയത്തിന് കോൺഗ്രസും എല്ലാം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന അമിത പ്രാധാന്യമാണ്.
പക്ഷെ ആ അമിത പ്രാധാന്യത്തിൽ നിന്നുകൊണ്ട് പോലും അതിനപ്പുറം ഈ അധികാരവും പണവുമാണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് അദ്ദേഹം ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ശരി, ഡോക്ടർ കെ എസ് അരുൺകുമാർ, ഈ നിതീഷിനെ കണ്ടു മതിക്കേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ നൽകിയത്, ഇപ്പോ സാധാരണ നമ്മൾ പഴഞ്ചൊല്ലി പറയാറുണ്ട്, മാമ്പു കണ്ടു മക്കളെ കണ്ടു മതിക്കേണ്ടത്, മുന്നണി കണ്ടു മതിക്കേണ്ടതില്ല എന്ന തരത്തിൽ ഒരു പുതിയ പഴഞ്ചൊല്ലുണ്ടായി വരികയാണ്. നിതീഷിനെ കണ്ട് ഒരിക്കലും ഒരു മുന്നണിക്കും അതിൻ്റെ ഒരു സ്ഥൈര്യത ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നുമില്ല. പക്ഷേ മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നതിനെ നിരന്തരം ചോദ്യം ചെയ്യുന്നവരിൽ എല്ലാവരും ഉണ്ട്. മമതയുണ്ട്, CPM തന്നെയുണ്ട്, അഖിലേഷ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. നിതീഷ് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരൊക്കെയാണോ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്ന തലയെടുപ്പുള്ള നേതാക്കൾ, അവർക്ക് എല്ലാവർക്കും തന്നെ മുന്നണി മുന്നോട്ട് പോകുന്ന രീതിയെപ്പറ്റി ആശങ്കകളുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ BJP പറഞ്ഞത് മുങ്ങുന്ന കപ്പലിൽ നിന്ന് മുംബൈ ആദ്യം എന്നൊരു സമീപനം നിതീഷ് സ്വീകരിച്ചു എന്നേ ഉള്ളൂ എന്നാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മുന്നണി മാറ്റത്തെക്കുറിച്ച് 2-3 ദിവസമായി വളരെ ഗൗരവത്തിലുള്ള ചർച്ച നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. കാരണം 9 തവണ മുഖ്യമന്ത്രിയായി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ 5 തവണ കാലുമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയായ ആളാണ് നിതീഷ് കുമാർ. എപ്പോഴും അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ഏത് തരത്തിലും രാഷ്ട്രീയ നിലപാടില്ലായ്മ ഉയർത്തിപ്പിടിച്ച് കാലുമാറ്റം തൻ്റെ ജീവിതചര്യയാക്കി മാറ്റിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ജനങ്ങൾ തന്നെയാണല്ലോ. ജനങ്ങളോടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും കമ്മിറ്റബിളായി ആൻസർ ചെയ്യേണ്ടത്. എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് അദ്ദേഹം വിശദീകരിച്ച വാചകം ഇന്ത്യ സഖ്യം തൻ്റെ പ്രതീക്ഷ കാത്തില്ല എന്നതാണ്. എന്തു പ്രതീക്ഷയാണ് കാക്കാത്തത്? കാരണം ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ട് അതിൻ്റെ സീറ്റ് ഷെയറിംഗ് ചർച്ചകളെല്ലാം നടക്കുന്നതേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതേ ഉള്ളൂ. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ യോജിച്ച നിലപാടെടുക്കണമെന്നും പ്രക്ഷോഭ സമരങ്ങളിൽ സമാന സ്വഭാവമുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിക്കണം. ഈ 2 തീരുമാനങ്ങളാണ് എടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ കർഷകരുടെ സമരമായാലും അടുത്ത കാലത്ത് വിവിധ വർഗ സംഘടനകൾ നടത്തുന്ന സമരമായാലും യോജിച്ച പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് ഷെയറിംഗുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ചില സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഹരിയാനയിൽ നിന്ന് സീറ്റ് ഷെയറിംഗ് വിജയിച്ചു എന്ന രൂപത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യം തന്റെ പ്രതീക്ഷ കാത്തില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം മുന്നണി വിട്ടത്. പിന്നെ മറ്റെന്താണ്? അതാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇന്നിപ്പോ BJPയുടെ പ്രതീതിയായി ഒരു യഥാർത്ഥ BJP പ്രതീതി ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ വരുന്നില്ല. അതൊരു ആശയവിനിമയത്തിലുണ്ടായ പ്രശ്നം മാത്രമാണ്. ഇല്ല, അതുകൊണ്ട് മാത്രമാണ് അത് ആ പാർട്ടിയുടെ എന്തെങ്കിലും തരത്തിലുള്ള വൈമുഖ്യമല്ല, അത് വിശദീകരിച്ച് പോകേണ്ടതുണ്ട്. അങ്ങനെയല്ല, അതൊരു ആശയവിനിമയത്തിലുണ്ടായ പ്രശ്നത്തിന്റെ പേര് മാത്രമാണ്. പറയൂ. ആയിക്കോട്ടെ. അപ്പോ BJP ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അണിനിരന്ന രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞുപിടിച്ച് അവരുടെ നേതാക്കന്മാർക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ED കൊണ്ടുള്ള പരിശോധനയും അന്വേഷണവും എല്ലാം വളരെ വേഗതയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ കെജ്രിവാളിനെതിരെ 5ാമത്തെ തവണയാണ് സമൻസ് അയച്ചതെന്ന് നമുക്കറിയാം. ബംഗാളിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിൽ തോമസ് ഐസക്കിനെതിരായിട്ടായാലും അങ്ങനെ ചെയ്യാവുന്ന സംസ്ഥാനങ്ങളിലെല്ലാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ചു നാൾ പുറകോട്ട് പോയാൽ ശിവസേനയെ പിളർത്തിയതിന്റെ കാര്യത്തിലും NCPയെ പിളർത്തിയതിന്റെ കാര്യത്തിലുമെല്ലാം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ നിതീഷ് കുമാറിന്റെ ഈ കാലുമാറ്റത്തിന്റെ പിന്നിലും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടോ എന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ പുറത്തു വരും. കാരണം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമില്ല എന്നിരിക്കെ അദ്ദേഹത്തിന്റെ കാലുമാറ്റത്തിൽ കൃത്യമായി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ദുരുപയോഗം ഉണ്ടാകാം എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. വെറും 45 സീറ്റുള്ള ഒരു കക്ഷിയാണ് ഇപ്പോൾ ഭരണത്തിലെത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള മൊത്തം സീറ്റുകളുടെ ഷെയറിംഗ് നോക്കിയാൽ 5-1 എണ്ണം മാത്രമുള്ള ഒരു പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് വീണ്ടും വീണ്ടും തുടരുകയും അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കളിയുമെല്ലാം ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജനങ്ങൾ കൃത്യമായി പരിശോധിക്കും, കൃത്യമായി അതിന് മറുപടി കൊടുക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ശരി. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലുള്ള നേതാക്കന്മാരുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ നിരന്തരമുള്ള പരാതിയാണ് ഈ അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു എന്നുള്ള കാര്യം. പക്ഷേ നിതീഷിനെ അത് സ്പർശിക്കാതിരിക്കുന്നത് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഒന്നുകിൽ നിതീഷിന് അങ്ങനെ തൊടാൻ കഴിയാത്ത അല്ലെങ്കിൽ തൊട്ടാൽ പൊള്ളാത്ത ഒരു തലം ഉണ്ടാകരുത്, തൊട്ടാൽ പൊള്ളുന്ന ഒരു തലം ഉണ്ടാകരുത്. അതായത് അന്വേഷണ ഏജൻസികൾക്ക് അഴിമതിയുടെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും ക്രമക്കേടിന്റെ കാര്യത്തിലോ പോയി
ബുദ്ധിമുട്ടിക്കാൻ കഴിയുന്ന, അറസ്റ്റ് അടക്കമുള്ള ഭീഷണി മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു തലം ഉണ്ടാകരുത്. അല്ലെങ്കിൽ BJPയുടെ വിശ്വസ്തനാണ്, NDAയുടെ വിശ്വസ്തനാണ് നിതീഷ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം തുടർന്നത്. ഈ രണ്ട് സാധ്യതകളാണ് അവിടെ. ശേഷം നമുക്ക് പരിശോധിക്കാം അത്. ഡോക്ടർ ഫാസിൽ ഗഫൂർ, ഈ രണ്ട് പ്രതിനിധികളും നമ്മളോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നിതീഷ് ജനങ്ങളോട് എന്തു പറയും എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി ജനങ്ങളോട് വിശദീകരിക്കുന്ന ഒരു രാഷ്ട്രീയം അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണോ നിതീഷ് കുമാർ? 9 തവണ മുഖ്യമന്ത്രിയാകുന്നു, അതിൽ 5 തവണ കാലുമാറ്റത്തിലൂടെ കഴിഞ്ഞ 11 തവണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും RJDക്കും NDAയ്ക്കും ഇടയിൽ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്ന രാഷ്ട്രീയ കാഴ്ച 1.5 വർഷം മുമ്പ് ഏറ്റവും അവസാനം എന്താ വീണ്ടും മടങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ ഒരാളെ ഇത്രയേറെ നമ്മൾ വിശ്വാസത്തോടെ കാണേണ്ട ഒരു കാര്യമുണ്ടോ? അല്ല, ആദ്യം തന്നെ നമ്മളിപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ദി ടേസ്റ്റ് ഓഫ് ദ പുഡിങ് ഇസ് ഇൻ ദി ഈറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് ഉടനെ നമുക്കറിയാം എന്താണ് നിതീഷിൻ്റെ സ്ഥിതി എന്നുള്ളത്. കാരണം ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ 78 MLA-മാരും നിതീഷ് 45 MLA-മാരുമാണ്. നമ്മൾ കഴിഞ്ഞ 2000 തൊട്ടിട്ട് ഇങ്ങനെ താഴത്തോട്ട് നോക്കുമ്പോൾ നിതീഷിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ആ കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം അലയൻസസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേസമയം MP-മാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹത്തിന് അവിടെ 16 MP കാണുന്നുണ്ട്. ആ MP-മാർ നഷ്ടപ്പെടും അടുത്ത ഇലക്ഷനിലുള്ള ഒരു ഭീതിയുണ്ട് അദ്ദേഹത്തിന്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതല്ല, പക്ഷേ വരാൻ പോണ പ്രശ്നം എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്ക ജാതി, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള ജാതി സെൻസസ് അനുസരിച്ചിട്ട് അവിടെ OBC അതർ ബാക്ക്വേർഡ് ക്ലാസ് 26%, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ് 36%. ഈ 36% ആണ് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്നത്. ഇപ്പം അത് നേരത്തെ പറഞ്ഞ മാതിരി കുറഞ്ഞ് 16-18 പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ഷന് ശേഷം, ലോക്സഭാ ഇലക്ഷന് ശേഷം അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് കുറയുകയാണെങ്കിൽ, തേജസ്വി യാദവ് പറഞ്ഞ് നിങ്ങളവിടെ ഇപ്പം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, 2024 നമുക്കറിയാം എന്ത് സംഭവിക്കും ജനതാദൾ യുണൈറ്റഡിന്. എന്ത് സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. ജനതാദൾ യുണൈറ്റഡ് ചിലപ്പോൾ അത് ആവിയായി പോവുകയും അത് BJPയിലോട്ട് അതിൻ്റെ വോട്ടുകൾ മറഞ്ഞു പോകാൻ സാധ്യത വളരെയേറെയുണ്ട്. മറിച്ച് അത് RJDയിലോട്ട് പോകാനുണ്ട്. കാരണം ഇത് രണ്ടും ബാക്ക്വേർഡ് ക്ലാസ് വോട്ടുകളാണ് കിടക്കുന്നത്. അപ്പം ആ നിലക്ക് RJD പൊട്ടുന്നില്ല. മാത്രമല്ല വേറെ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും വർഷങ്ങളായിട്ട് RJD നിന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. അത് മാറിയിട്ടില്ല. അത് പല തവണയും നിതീഷിന് തന്നെ അധികാരം കൊടുത്തുകൊണ്ട് അതിൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസ് നിലനിർത്താൻ വേണ്ടി പോരാടുന്ന ഒരു പാർട്ടി. അഴിമതി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ ആ നിലക്ക് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജനതാദൾ യുണൈറ്റഡ് എന്ന പാർട്ടി ചിലപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ആവഹിക്കും. അതിന് നല്ല സാധ്യതകളുണ്ട്. കാരണം ബീഹാറിൽ ഏറ്റവും അധികം വോട്ടുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ RJDയേക്കാൾ കൂടുതൽ വോട്ട് ഇന്ന് BJPക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കെ ഈ ബാക്ക്വേർഡ് ക്ലാസസിൽ നിന്ന് ഒരു ഒഴുക്ക് BJPയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ രാമക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഇരിക്കുന്നത് പട്നയിൽ നിന്ന് വെറും 300 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും രണ്ടുപേരും രാമക്ഷേത്രത്തിൻ്റെ അവിടെ പോയില്ല ഇപ്പോൾ 22-ാം തീയതി. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ വേറെ ഒരു ഡൈനാമിക്സ് അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അത് കൃഷ്ണ ജന്മഭൂമിയാണ്. അത് ആക്ച്വലി കൃഷ്ണനാടാണ്, യാദവരുടെ നാടാണെന്നുള്ള നിലക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ഇവിടുന്ന് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിതീഷ് കുമാറിൻ്റെ കാലം കഴിഞ്ഞു. കാരണം ഈ ക്യാമ്പിലോട്ട് പോയി അദ്ദേഹം തന്നെ പറഞ്ഞത് ഒരു ഉളുപ്പില്ലാതെ ഞാൻ കണ്ടത്, ഞാൻ ഹിന്ദി അറിയുന്ന ഒരാളെന്നുള്ളവർക്ക് ഞാൻ കണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ ഞാൻ അവിടെ ശ്രമിച്ചു നോക്കി, ഇവിടെയും ശ്രമിച്ചു നോക്കി എന്ന്. അവിടെ ശ്രമിച്ചു നോക്കി എന്ന് പറയുന്നത്, അവിടെ പ്രധാനമന്ത്രി ആവാൻ ശ്രമിച്ചു, ഇവിടെ മുഖ്യമന്ത്രി ആവാനും ശ്രമിച്ചു. ഇതിനെ ശ്രമിക്കൽ. അപ്പോൾ അഴിമതിയില്ല. അത് ED എന്നും അദ്ദേഹത്തിന് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ പറ്റി അഴിമതി ആരോപണങ്ങൾ വളരെ കുറവാണ്. അങ്ങനത്തെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ED അദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഴിമതിക്കാരായ അനേകം മന്ത്രിമാർ, ഉദാഹരണം സമ്രാട് ചൗധരി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം RJDയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തെ പറ്റിയിരുന്ന അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിർണായകം ഇപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇപ്പം തന്നെ ചിറാഗ് പാസ്വാനും അതേമാതിരി പാസ്വാൻ LJP, ഇപ്പോൾ അദ്ദേഹം ഹാമും അവരിപ്പോൾ ചേർന്നിട്ടുണ്ട് ഇവരുടെ കൂടെ, BJPയുടെ കൂടെ. അപ്പോൾ അവർ കഴിഞ്ഞ തവണ ചെയ്ത മാതിരി തന്നെ JDU വോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ JDU എന്നൊരു പാർട്ടി അടുത്തവണ ഉണ്ടാവില്ല, BJPക്ക് വലിയൊരു മുൻതൂക്കം വരും. ഡോക്ടർ ഫാസിൽ ഗഫൂർ, അതായത് പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന വോട്ട് ചോർച്ചയാണ് നിതീഷ് കുമാറിനെ ഭയപ്പെടുത്തുന്നത് എങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ട് BJPക്ക് നിതീഷിനെ ചുമക്കേണ്ട ആവശ്യം ഉണ്ടാകുമോ? അപ്പോൾ വേണമെങ്കിലും മുഖ്യമന്ത്രിയെ മാറ്റാം. ഉണ്ടാവില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അവിടെ. RJDയും ഭാരതീയ ജനതാ പാർട്ടിയും ഏകദേശം
25, 26, 28, 29 അങ്ങനെ വോട്ടുകൾ നിൽക്കുന്ന രണ്ട് പാർട്ടികളാണ്. ഇവർ വളരെ പുറയിലാണ്. ഇവർ ഈ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന വോട്ടാണ്. അപ്പോൾ ആ നിലക്ക് ബി ജെ പിക്ക് വലിയൊരു വിജയം കിട്ടുകയാണെങ്കിൽ അവർ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ JDU പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്വാൻ്റെ പാർട്ടി ചിറാഗ് പാസ്വാനും കൂട്ടരും അതേമാതിരി തന്നെ സഹാം, അതായത് നമ്മുടെ ജതിൻ റാം മാഞ്ചി, ഇവരെല്ലാവരും കൂടെ ഉള്ളിൽ കൂടെ വോട്ട് കട്ട് ചെയ്ത് JDUയുടെ അസംബ്ലി സീറ്റുകൾ കുറച്ചു എന്നാണ്. അതേ BJPയുടെ സഹായത്തോടെ എന്നവർ പറഞ്ഞാണ്. ഞാനിപ്പോൾ നമ്മളവിടെ ഉള്ള ഒരാളല്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തന്ത്രം എടുക്കുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ചിലപ്പോൾ ശ്രമിക്കും ഒറ്റയ്ക്ക് അവിടെ ബീഹാറിൽ ഭരണത്തിൽ വരാനായിട്ട്. ഡയറക്റ്റ് ഫൈറ്റ് ബിറ്റ്വീൻ RJD ആൻഡ് BJP എന്നുള്ള ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ലോക്സഭ ഇലക്ഷനിൽ അറിയാലോ എത്ര സീറ്റ് ഇവർക്ക് കിട്ടുന്നുള്ളത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. JDUയും BJPയും കൂടെ ഒരുമിച്ച് മത്സരിച്ചപ്പോൾ 0 സീറ്റാണ് RJDക്ക് കിട്ടിയത് ലോക്സഭയിൽ. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ നിതീഷിൻ്റെ വോട്ട് കുറയാണെങ്കിൽ അഡ്വാൻറ്റേജ് BJP എന്നാണ് എൻ്റെ റീഡിങ്. ശരി, ഓക്കെ. ശ്രീ ഷാബു പ്രസാദ്, എത്രത്തോളം പ്രതിപക്ഷ ചേരി അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഈ കൈവെള്ളയിൽ എഴുതി കൂട്ടാവുന്ന കണക്കിൽ 400 സീറ്റ് എന്നൊരു വലിയ പ്രതീക്ഷയുണ്ടോ? ഇല്ല, അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ മാധു. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് 303 സീറ്റും NDAക്ക് ഏകദേശം 340ഓളം സീറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ BJP പരാജയപ്പെട്ട ഏകദേശം 100ഓളം സീറ്റുകൾ 5000-ൽ താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. 5000-ൽ താഴെയാണ്. നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയും ആ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയും ചെയ്ത സീറ്റുകൾ നേടുകയും ചെയ്താൽ ഈ 400 എന്നുള്ളത് അപ്രാപ്യമൊന്നുമല്ല. അങ്ങനെ വെറുതെ ഒരു ഫ്ലൂക്ക് അടിച്ചതൊന്നും അല്ല BJP. അത് കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇപ്പം 2014 270+ എന്ന് BJP അനൗൺസ് ചെയ്തപ്പോൾ ഈ ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും നിരീക്ഷകരും എല്ലാം പരിഹാസത്തോടെ ചിരിച്ചതാണ്. കാര്യം ഇനി നമ്മുടെ രാജ്യത്ത് ഈ ഏകകക്ഷി ഭരണത്തിൻ്റെ കാലം അവസാനിച്ചു എന്ന് അസന്നിഗ്ധമായി വിധി എഴുതിയതാണ് ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദഗ്ധരും. ആ കണക്കുകൂട്ടലുകളെ മുഴുവനും തെറ്റിച്ചുകൊണ്ടാണ് 30 വർഷത്തിന് ശേഷം 1984 ശേഷം ആദ്യമായി ഒരു ഏകകക്ഷി ഇവിടെ വിജയിക്കുന്നത്. 2019 സീറ്റ് വർദ്ധിപ്പിച്ചു, 20 സീറ്റോളം വർദ്ധിപ്പിച്ചു. അങ്ങനെ വളരെ കൃത്യമായ ആ ഒരു വിജയത്തിൻ്റെ ചരിത്രമുള്ള ഒരു കക്ഷിയാണ് BJP. നിങ്ങൾ കഴിഞ്ഞ 40 വർഷത്തെ പൊളിറ്റിക്സ് സംസ്ഥാനങ്ങളുടെ കണക്കുകൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, കർണാടക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാറിലൂടെ ബീഹാർ ഒക്കെ ഈ അട്ടിമറിക്കപ്പെടുന്നത് ജനാധിപത്യം തന്നെയാണല്ലോ. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിലൂടെയാണ് വീണ്ടും വീണ്ടും ഈ വിധി സമ്പാദിക്കാൻ കഴിയുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇത്തരം ചില കുറുക്കുവഴികൾ, സമവാക്യങ്ങൾ, അല്ലെങ്കിൽ പണം, വാഗ്ദാനം, കേന്ദ്ര ഏജൻസികൾ, ഇങ്ങനെ പല ആരോപണങ്ങൾ നിങ്ങൾ നേരിടുന്നത് ജനം കാണുന്നുണ്ട്. പക്ഷെ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില സ്ട്രാറ്റജികളുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇന്ത്യ പോലെ ദിനേന വിഭജിക്കപ്പെടുന്ന ഒരു നാട്ടിൽ അല്ല. മാധു, ഞാൻ എൻ്റെ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ഇവിടെ പറഞ്ഞു, നമ്മുടേത് ഒരു മൾട്ടി പാർട്ടി ജനാധിപത്യമാണ് നമ്മുടേത്. അങ്ങനെ ഒരു മൾട്ടി പാർട്ടി പൊളിറ്റിക്സ് ഉള്ള ഒരു രാജ്യത്ത് പലപ്പോഴും ഹങ് അസംബ്ലികളും അല്ലെങ്കിൽ അലയൻസുകളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സമയത്ത് ആ സിറ്റുവേഷനിൽ ഈ മുന്നണികളും നേതാക്കളും ആൾക്കാരും ഒക്കെ പാർട്ടി മാറുക എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ട് അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതും ഇവിടെ എല്ലാ പാർട്ടികളും എന്നും ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ ബാക്കിയെല്ലാം ഉണ്ട്. രാഷ്ട്രീയ പ്രബുദ്ധത ആകാശം മുട്ടി നിൽക്കുന്ന സ്ഥലമാണല്ലോ കേരളം, അല്ലേ? ഇവിടെ നമ്മുടെ അസംബ്ലിയിലും പുറത്തുമൊക്കെ കോഴമാണി എന്ന് നീട്ടിയും കുറുക്കിയും ഒക്കെ പറഞ്ഞിരുന്നവരാണ് ഈ CPM, അല്ലേ? ഇവിടെ അന്ന് ആ അസംബ്ലി ഹാള് മുഴുവനും തല്ലിപ്പൊളിച്ചത് ആർക്കെതിരെയായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ മാണി കോൺഗ്രസ്, മാണി ഇന്ന് ആരുടെ കൂടെയാണ്? ഇപ്പോഴാരുടെ കൂടെയാണ്? അതുപോലെ നിലവിലുള്ള ഒരു സർക്കാരും താഴെ പോകുന്നില്ല.
നിലവിലുള്ള മുന്നണിയും പിരിയപ്പെടുന്നില്ല. അങ്ങനെ പല കാര്യം ഞാൻ പറയട്ടെ. ഒരു കേരളത്തിൽ അതിന് ചരിത്രമുണ്ടല്ലോ. മുന്നണി മാറി, അതായത് ഏറ്റവും അധികം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയ രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാൾ ലോനപ്പൻ നമ്പാടൻ ഈ കേരളത്തിലെന്ന്. അദ്ദേഹം അങ്ങോട്ട് ചാടുമ്പോൾ ഒരു സർക്കാർ വീഴും, ഇങ്ങോട്ട് ചാടുമ്പോൾ അടുത്ത സർക്കാർ വീഴും. അങ്ങനെ 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 ഇവിടെ ഒരു സ്റ്റേബിളായി മുന്നണി ഭരിക്കാൻ തുടങ്ങിയത് ഏകദേശം 1987 മുതലാണ്. അതിനു മുമ്പ് 1987 മുമ്പ് ഇവിടെ 5 വർഷം തികച്ച ഏതെങ്കിലും ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? അത് ഇദ്ദേഹത്തിന്റെ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ശരിയാണ്. അത് നമ്മൾ രാജ്യം മുഴുവനും കാണുന്ന ഒരു പ്രവണതയാണ്. പക്ഷേ അതിന് നേതൃത്വം നൽകുകയും അതിനുവേണ്ടി ഈ പറയുന്ന തന്ത്രം ഒരുക്കുകയും അതിന് കൂട്ടു നിൽക്കുകയും സർക്കാരുകളെ അട്ടിമറിക്കുകയും ചെയ്യുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഒരു സർക്കാർ അതിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ് ആക്ഷേപം. മാധു രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ പറയട്ടെ, ഇപ്പോൾ ഇവിടുന്ന് കുറെ MP-മാർ അല്ല MLA-മാരെ ചാടിച്ച് ഇടതുമുന്നണി സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ വേണ്ട മഹത്തായ ജനാധിപത്യ ബോധവും പാരമ്പര്യവും ഒക്കെ നോക്കിക്കൊണ്ട് കോൺഗ്രസ്സുകാരിരിക്കുവോ? അവരെ അവസരം ഉപയോഗിക്കും, ഒരു സംശയമില്ല ഉപയോഗിക്കും. അതിന് സാഹചര്യമുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുപോലെ തിരിച്ചും ചെയ്യും. അത് ഈ നാട്ടിൽ പുതിയ കാര്യമല്ല. 1998 സമയത്ത് ഗുജറാത്തിലെ വൻ ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന BJP സർക്കാരിൽ നിന്ന് അവിടെ നിന്ന് ശങ്കർ സിംഗ് വഘേലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ അടർത്തി മാറ്റി ആ സർക്കാരിനെ താഴെയിട്ട് ശങ്കർ സിംഗ് വഘേലയെ മുഖ്യമന്ത്രിയാക്കി അങ്ങനെ ആ ഒരു ചരിത്രം നമ്മളിവിടെ കണ്ടതാണ്. അന്നത് കോൺഗ്രസിന്റെ കയ്യിൽ പ്രതിപക്ഷ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു അവസരമായിരുന്നു, അവരത് ഉപയോഗിച്ചു. ഇപ്പോൾ BJP-യുടെ കയ്യിൽ അവസരങ്ങൾ വരുന്നു. അവർക്ക് ഇന്ത്യക്ക് കാണിച്ചു നൽകിയത് കോൺഗ്രസ് ആണ് എന്ന ആക്ഷേപം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരി, ശ്രീ രാജു പി നായർ അങ്ങനെ നിതീഷ് കുമാർ പോകുന്നു, ഞാൻ വരാം. നിതീഷ് കുമാർ പോകുന്നു എന്നൊരൊറ്റ കാര്യം അല്ല, കോൺഗ്രസിന്റെ 9 MLA-മാരുമായി നേതൃത്വത്തിന് ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. അതായത് എങ്ങനെ കൂട്ടിയാലും തികയാത്ത ഈ പറയുന്ന മാജിക് നമ്പർ തികയ്ക്കാൻ സഭയിൽ വിശ്വാസം തേടാൻ സമയത്ത് മറിച്ചു കുത്താൻ കോൺഗ്രസും ഉണ്ടാകുമോ? ഇല്ല, അത് തീർച്ചയായിട്ടും ഒരു ചെറിയ ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അവർക്ക് ചെറിയ BJP-യുടെ ഓഫറുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും അത് വരട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ അത് പറയാൻ തയ്യാറല്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോഴും ഇവർക്ക് ആർക്കും പറയാൻ കഴിയാത്ത സാഹചര്യം, ഈ സമകാലീന രാഷ്ട്രീയത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരു ഫോർമേഷന് വേണ്ടി രൂപം കൊടുക്കുന്നത് എന്തിനു വേണ്ടി എന്ന് പറയാൻ ഇവിടെ BJP-യുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഷാവു പ്രസാദിന് പോലും കഴിയുന്നില്ല. അവിടെയാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ കിടക്കുന്നത്. ഈ BJP ചെയ്യുന്ന രാഷ്ട്രീയ നെറികേടിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പൊ ഇവിടെ ഷാവു പ്രസാദ് തന്നെ പറയുകയാണല്ലോ, നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഭംഗ്യന്തരേണ ഷാവു പ്രസാദ് തന്നെ പറയുകയാണ്. മനസ്സിലായില്ലേ? അവര് ഒരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനും അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും എന്ത് നെറികേടും ഒരു ആദർശത്തിന്റെയും ഒരു ആശയത്തിന്റെയും അടിസ്ഥാനത്തിലല്ലാതെ എടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ഇതിന്റെ ടൈമിംഗ് കൂടി നോക്കൂ. ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ BJP ഈ യാത്രയ്ക്കെതിരെ നടത്തുന്ന ശ്രമങ്ങളുടെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്കെതിരെ നടത്തുന്ന ശ്രമങ്ങൾ നോക്കൂ. ഈ ജാഥ തുടങ്ങുന്ന ദിവസം മിലിൻ ഡിയോറ എന്ന് പറയുന്ന BJP കോൺഗ്രസിന്റെ നേതാവിനെ അവർ അടർത്തി മാറ്റുന്നു. എന്നാ യാത്ര തുടങ്ങുന്ന അതേ ദിവസം. ഇപ്പൊ നാളെ ബീഹാറിലേക്ക് യാത്ര കയറാൻ പോവുകയാണ്. ആ ബീഹാറിലേക്ക് യാത്ര കയറാൻ പോകുന്നതിന് മുമ്പ് അവിടെ ഇന്ത്യ മുന്നണിയെ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടത്തും. അപ്പൊ അപ്പുറത്ത് ശ്രീ രാജു പി നായർ, ആരുടെ പിഴവാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പാർട്ടിയിൽ പ്രത്യയശാസ്ത്രപരമായി അടിയുറച്ച് നിൽക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ കൂടി പിഴവാണ്. നിങ്ങളുടെ മുന്നണിക്ക് ഒരു കെട്ടുറപ്പുണ്ടാക്കാൻ കഴിയാത്തത് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുടെ പ്രശ്നമാണ്. ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞ് നിങ്ങളൊരു 2 യാത്രകൾ നടത്തുന്നു, മുന്നണി ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയാത്ത നേതൃത്വമായി നിങ്ങൾ പരാജയപ്പെടുന്നു. അത് അംഗീകരിക്കാതെ അവരങ്ങനെ ചെയ്തില്ലേ, അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര കാലം നിങ്ങൾ മുന്നോട്ട് പോകും? മാധു, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രീയ ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് രാഷ്ട്രീയം.
അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയത്തിൽ നെറികേട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ എന്ന് BJP-യുടെ സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിക്ക് അവർക്ക് ജനങ്ങളോട് പറയാനുള്ളതും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുമിച്ച് വെക്കാനുള്ള രാഷ്ട്രീയവും ആ രാഷ്ട്രീയം നടത്താൻ പാടില്ല എന്നുള്ളതിന്റെ പേരിൽ അതിന്റെ പിന്നിൽ പണവും മറ്റും ഉപയോഗിച്ച് നടത്തുന്ന രാഷ്ട്രീയ നെറികേടിനെ മറച്ചുവെക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ് കുതിര കച്ചവടം എന്നുള്ളത് മാറി ചാണക്യതന്ത്രമായിട്ട് മാറിയത്. നമ്മളെല്ലാവരും അതിന് ഭാഗമാക്കാണ്. നേരത്തെ രാഷ്ട്രീയം ആദർശത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക ഒരു നെറിവിന്റെ പേരിൽ നടത്തിയിരുന്നതിനെ മുഴുവൻ കുതിരക്കച്ചവടം എന്നുകൊണ്ട് നടന്നിരുന്ന ഏറ്റവും അനഭിലഷണീയമായ പ്രവണതയെ നമ്മൾ ചാണക്യതന്ത്രമാക്കി മാറ്റി. ആ ചാണക്യതന്ത്രമാക്കി മാറ്റിയതും അമിത്ഷാ നടത്തുന്ന ഇത്തരത്തിലുള്ള അട്ടിമറികളുമെല്ലാം രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണാക്കളെ മാറ്റിയത് നമ്മൾ കൂടിയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പോൾ ആ രാഷ്ട്രീയം വരുമ്പോൾ അതിനെ ചെറുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ഏതെങ്കിലും നിതീഷ് കുമാറിനെ കണ്ടുകൊണ്ട് മാത്രം ഉള്ള ഒരു ലക്ഷ്യത്തിലേക്കല്ല ഞങ്ങളുടെ പോക്ക്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് BJP-യുടെയും ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ ഈ നെറികെട്ട ഇത്തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുന്ന ഫാസിസ്റ്റ് സമീപനമുള്ള ഈ രാഷ്ട്രീയത്തിനെതിരെ ഒരുമിപ്പിച്ച് ചേർക്കുക എന്നുള്ളതാണ്. പിന്നെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതൊക്കെ തിരിച്ചു പിടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു ശ്രീ ഷാബു പ്രസാദ്. ഞാനിപ്പോൾ ജൽപായ്ഗുരി മണ്ഡലത്തിലാണ്, വെസ്റ്റ് ബംഗാളിലെ ജൽപായ്ഗുരി മണ്ഡലത്തിലാണ്. അവിടെ കഴിഞ്ഞ തവണ ജയിച്ചത് BJP ആയിരുന്നു. അത് ബൈ ഇലക്ഷനിൽ TMC തിരിച്ചു പിടിച്ചു, ഇങ്ങോട്ട് പിടിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ വോട്ട് മാറുന്നത് ഇപ്പൊ ഗോരഖ്പൂരിൽ ഇല്ലേ യോഗി ആദിത്യനാഥ് എത്ര വോട്ടിനാണ് ജയിച്ചിരുന്നത്? ആ സീറ്റ് തിരിച്ചു പിടിച്ച് കോൺഗ്രസ് ജയിച്ചില്ലായിരുന്നു ഒരു ഘട്ടത്തിൽ. അപ്പൊ വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച സീറ്റുകളെ അതൊക്കെ വെച്ച് പിന്നെയും കൂട്ടി 400-ലേക്ക് എത്താനുള്ള വ്യാമോഹമൊക്കെ അങ്ങേക്ക് ആവാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ജനങ്ങൾ ഒരു ഗവൺമെന്റിന്, പ്രത്യേകിച്ച് ഒരു കേന്ദ്ര ഗവൺമെന്റിന് ഒരു 2 വർഷത്തെ ടേം കൊടുത്തിരുന്നു. ആ 2 വർഷത്തെ ടേം കണ്ടംപററി പൊളിറ്റിക്സിൽ ഇന്ന് ജനങ്ങളുടെ തീരുമാനമാണ്. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അവർക്ക് മതിയായ സമയം കൊടുക്കുന്നത്. അത് 2004 UPA ഗവൺമെന്റ് ന്യൂനപക്ഷ ഗവൺമെന്റ് ആയിരുന്നപ്പോൾ 2009 ന്യൂനപക്ഷമാണെങ്കിൽ തന്നെയും വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ ജയിപ്പിച്ചു. അന്ന് BJP പറഞ്ഞത് കോൺഗ്രസ് പരാജയപ്പെടുന്നതാണല്ലോ. അപ്പൊ ഒരു 10 വർഷത്തെ സമയം കൊടുത്തു. ആ 10 വർഷത്തിൽ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി, ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനം വിധിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഈ രാമക്ഷേത്രം കൊണ്ട് അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ പോലും ജനങ്ങൾ അവരുടെ രാഷ്ട്രീയം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്ന് തിരിച്ചറിയും. അത് തിരിച്ചറിയുമ്പോൾ വർഗീയത കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, മറിച്ച് സാമ്പത്തികവും കൂടിയായിട്ടുള്ള ഉന്നമനത്തിലൂടെ നമുക്ക് ഒരു ന്യായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു നീതി ലഭ്യമായാൽ മാത്രമേ ജീവിക്കാൻ കഴിയുന്നുള്ള തിരിച്ചറിവിലേക്ക് ജനങ്ങൾ എത്തിയാൽ ഇവർ ഈ കാണിക്കുന്ന മാർഗം മുഴുവൻ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ NDA-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ നരേന്ദ്രമോദിയുണ്ട്. ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി ആധ്യാത്മികമായി അതിൻ്റെ നേതാവായി നിലനിൽക്കുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തവണ ആരാണ് നേതാവ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഖാർഗെയുടെ പേര് ഉയർന്നു വരുന്നു. അത് നിർദ്ദേശിക്കുന്നത് ഘടകകക്ഷികളാണ്. യഥാർത്ഥത്തിൽ ഖാർഗെയെ നേതാവായി തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, അതിന്റെ മറുവശത്ത് രാഹുൽ ഗാന്ധിയെ നേതാവായി തിരഞ്ഞെടുത്തില്ല സഖ്യകക്ഷികൾ എന്ന യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരു നയിക്കും പ്രതിപക്ഷ ചേരിയെ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. ഈ 77-ൽ ഒരു വലിയ കൂട്ടുകക്ഷി വരുന്നുണ്ട്. അവിടെ ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് JP എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവ് നിൽക്കുന്നു. തട്ടാൻ കഴിയാത്ത, തടയാൻ കഴിയാത്ത ഒരു വലിയ പ്രതിബിംബമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ ഒരാൾ ഇല്ല പ്രതിപക്ഷത്ത്. ഇവിടെ മൂന്നാം മുന്നണി എന്ന രൂപത്തിൽ രൂപീകരിക്കപ്പെടുന്ന ഘട്ടം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോർമേഷൻ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപീകരിക്കപ്പെട്ട സമയം എല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് യോജിക്കാവുന്ന വിഷയങ്ങളിലെല്ലാം പരമാവധി യോജിക്കുകയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആര് അതിനെ നയിക്കണം എന്നതിനെക്കുറിച്ച് ഉള്ള തീരുമാനങ്ങൾ ഉണ്ടാകാറ്.
ഇവിടെയും അത്തരത്തിൽ തന്നെയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മീറ്റിംഗ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത്. ഇതിനൊരു കോർഡിനേഷൻ നടത്താൻ മുന്നണി 28ഓളം കക്ഷികളുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരുണ്ട്, പരസ്പരം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഘടകകക്ഷികൾ വരെയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കൂട്ടിയോജിപ്പിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺവീനർ എന്ന രൂപത്തിൽ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ അവസാനമായി നടന്നത്. അല്ലാതെ ആര് ഇതിനെ നയിക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയൊന്നും ഇതുവരെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടില്ല. കാരണം അത്തരത്തിൽ ഒരു ചർച്ചയുടെ ഘട്ടമാകുന്നേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ ബി.ജെ.പിയുടെ പ്രതിനിധി അല്ലെങ്കിലും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഷാബു പ്രസാദ് തുടങ്ങുന്നത് പാട്നയിലെ ആദ്യത്തെ യോഗത്തിൽ ചെയർമാനായിരുന്നു അദ്ദേഹം. അതിനുശേഷമുള്ള 3 യോഗങ്ങളിൽ അദ്ദേഹം ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവസാനം അദ്ദേഹത്തെ നേതാവാക്കിയില്ല എന്ന അനിഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് JDU തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞില്ല എങ്കിലും നേതാവ് ആരെ എന്ന ചോദ്യത്തിന് പല താല്പര്യങ്ങൾ ഉണ്ടെന്നേ മുന്നണിയിൽ. ഇല്ലില്ല, നേതാവ് ആരെ എന്ന് ചോദിക്കുന്നതിന് ഇപ്പൊ 28 കക്ഷികൾക്കും ഓരോ ഒന്നിലധികമോ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരികയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഷെയറിംഗ് പൂർത്തീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാണ് ലക്ഷ്യപ്പെട്ടത്. അല്ലാതെ നേരത്തെ തന്നെ ഇന്ന ആളുകളാണ് നേതാവ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിൽ പോലും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. പിന്നെ അങ്ങനെ പ്രഖ്യാപിക്കണമെന്നൊരാശയം ഇപ്പൊ നിതീഷ് കുമാറിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു 1-2 മാസമായി സൈലന്റ് ആകുകയും അതിനുശേഷം ഈ കഴിഞ്ഞ 2-3 ദിവസമായി BJPയുമായി കരാർ ഒപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ചെയ്തത്. ഇപ്പൊ ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് ഗിരിരാജ് സിംഗ്. അദ്ദേഹം 2 മാസം മുമ്പ് പറഞ്ഞത് നിതീഷ് കുമാറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് തന്നെയാണ്. അതുപോലെ സുശീൽ കുമാർ മോഡി, നമുക്കറിയാം BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം പറഞ്ഞത് ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാവാത്ത ആളാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞു. അതുപോലെ അമിത്ഷാ തന്നെ പറഞ്ഞത് നിതീഷ് കുമാറിനുള്ള വാതിൽ NDA എന്നേക്കുമായി കൊട്ടി അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളെ ആയുള്ളൂ. ഇതിന് മറുപടിയായിട്ട് ശ്രീ നിതീഷ് കുമാർ പറഞ്ഞത് NDAയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് എന്ന് പറഞ്ഞതാണ് നിതീഷ് കുമാർ. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ശരങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് രാഷ്ട്രീയ മുഖം മാറി അധികാരത്തിന് വേണ്ടി കാലുമാറ്റം നടത്തിയ സാഹചര്യം നമ്മൾ കാണുകയാണ്. ശ്രീ ഷാബു പ്രസാദിനോട് പറയാനുള്ളത് 2011 ഇവിടെ LDFും UDFും തമ്മിൽ വെറും 2 സീറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. 68-72 നോക്കിയാൽ 2 സീറ്റ് മാറിയാൽ ഭരണം മാറും. ഇവിടെ ഘടകകക്ഷികൾ നിരവധി ഉണ്ടായിരുന്നല്ലോ കേരളത്തിലും. ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുന്നണിയെ താഴെ ഇറക്കാൻ വേണ്ടി രാഷ്ട്രീയ കച്ചവടത്തിലേക്ക്, കുതിര കച്ചവടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായില്ല. അന്ന് കുതിര കച്ചവടം എന്ന് പറയുന്നത് ഇപ്പോ ഓപ്പറേഷൻ താമര എന്നാണ് നിങ്ങൾ പറയുന്നത്. എല്ലാം നിങ്ങൾക്കൊരു ഓപ്പറേഷനാണ്. പക്ഷേ കൃത്യമായി ജനാഭിലാഷത്തെ, ജനങ്ങളുടെ അഭിപ്രായത്തെ, ജനങ്ങളുടെ മൗലിക അവകാശത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്ന സാഹചര്യം നിരവധി നമ്മൾ ഓരോ സംസ്ഥാനങ്ങളിൽ കാണുകയാണ്. ഗോവയിൽ നമ്മൾ കണ്ടു, നാഗാലാൻഡിൽ കണ്ടു, കർണാടകത്തിൽ മുമ്പ് കണ്ടു, മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ കണ്ടു, ഇപ്പോ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ നമ്മൾ കണ്ടു. രാഷ്ട്രീയ പാർട്ടികളെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ തന്നെ പറഞ്ഞു തന്റെ 5 MLA-മാർക്ക് 25 കോടി രൂപ വീതമാണ് BJP ഓഫർ ചെയ്തതെന്ന്. അവിടെ 5 MLA-മാർ മാറിയാൽ ഡൽഹിയിലെ ആപ്പ് ഗവൺമെന്റ് താഴെ പോകുന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അവർ പണം കൊടുത്ത് പണാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യത്തെ കീഴടക്കുന്ന പ്രവണത നാം കാണുകയാണ്. ഇത് എന്തിനാണ് എന്നതാണ് ചോദ്യം. 2019 മുഴുവൻ തെരഞ്ഞെടുപ്പ് ചർച്ചയെയും പുൽവാമ ആക്രമണത്തിലേക്ക് കേന്ദ്രീകരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ തവണ മുഴുവൻ ചർച്ചകളെയും ജനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവൽ പ്രശ്നങ്ങളെയും ഇവിടെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയാണ്. കാരണം ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടുകയാണ് ഈ ഗവൺമെന്റിനെ കൊണ്ട്. അപ്പോ ഘടകകക്ഷികളെയൊക്കെ തകർത്ത് പരമാവധി ആളുകളെ തങ്ങളുടെ കൂടെ കൂട്ടി അതിന് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെയും പണത്തെയും എല്ലാം ഉപയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്പറാണ് എന്നുള്ളത് BJP തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. പല ചർച്ചകളിൽ എത്ര സീറ്റുകൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒപ്പം ചേർക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത്, അത് പല നേതാക്കളുടെ, പല പാർട്ടികളുടെ കൂടിച്ചേരലുകളിലൂടെ എത്രയാകുന്നു. മിഷൻ 400 എന്നവർ പറയുമ്പോൾ അത് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് എണ്ണിയെടുത്ത് കൂട്ടുകയാണ്. അത് 1 സീറ്റാണെങ്കിൽ 1 സീറ്റ്. നമുക്കറിയാം തൃശ്ശൂരിൽ BJP എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ഇപ്പൊ കേരളം വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കി വിടാം, വലിയ സീറ്റുകളുടെ ബാഹുല്യമുള്ള സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അല്ല, 1 സീറ്റെങ്കിൽ 1 സീറ്റ് എന്നുള്ളതാണ്. ജഗദീഷ് ഷെട്ടാർ കഴിഞ്ഞ ദിവസം തിരികെ വന്നു. എന്തിനാണ്? പക്ഷെ അവിടെയും
ഒരു 5000 വോട്ടെങ്കിൽ 10000 വോട്ടെങ്കിൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ എന്നുള്ളതാണ്. ഈ പറയുന്ന രാഷ്ട്രീയ ധാർമ്മിക പ്രശ്നങ്ങളെല്ലാം വരുന്നവരുടെ മേലാണ്, കൂട്ടിച്ചേർക്കുന്നവർക്ക് മേലല്ല. അവിടെ നിന്ന് കിട്ടുന്ന വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ളത്. അത്രത്തോളം ഈ നമ്പർ ഗെയിമിൽ BJP ഊന്നി നിൽക്കുമ്പോൾ അതേ നമ്പർ ഗെയിമിൽ പരാജയപ്പെട്ടു പോവുകയാണ് പ്രതിപക്ഷം. അല്ല, ആദ്യം തന്നെ ബീഹാറിലെ തെരുവുള്ളൊരു പാട്ട് ഞാൻ ഒറ്റ വരി പാടിത്തരാം. ദോസ്ത് ദോസ്ത് നാരഹ പ്യാർ പ്യാർ നാരഹ നിതീഷ് തെര ഏത്തുബാർ നാരഹ. അതായത് എന്ത് പ്രായം നടിച്ചിട്ടും കാര്യമില്ല, നിതീഷിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ തുടങ്ങിയിട്ട് ഞാൻ ഉത്തരത്തോടെ വരാം. നിങ്ങൾ പറയുന്നത് 400 സീറ്റാണ് എൻ്റെ സുഹൃത്ത് ശംഭു പറയുന്നത്, അദ്ദേഹം പറഞ്ഞത്. അതൊരിക്കലും കിട്ടൂല. എന്താ കാര്യം എന്നറിയാം? 40 സീറ്റ് തമിഴ്നാട്ടിൽ, 40 സീറ്റ് സംയുക്ത ആന്ധ്രാപ്രദേശിൽ, 20 സീറ്റ് കേരളത്തിൽ, 100 സീറ്റ് അപ്പം തന്നെ പോയി. ഇനി അതിനെ മുകളിലോട്ട് കർണാടക വിട്ടുകൊടുത്തേക്കാം നമുക്ക്. മഹാരാഷ്ട്രയിൽ സീറ്റ് കുറേയൊക്കെ കിട്ടും മറ്റേ ഇവർക്ക് കോൺഗ്രസ് കക്ഷികൾക്ക്. പിന്നെ ഒറീസ കിടക്കുന്നുണ്ട്, അതെ ഒറീസ കിടക്കുന്നുണ്ട്. ഒറീസയിൽ എന്തായാലും മറ്റേ നവീൻ പട്നായിക്കിനെ അങ്ങനെ തെറിപ്പിക്കാനൊന്നും പറ്റില്ല. വെസ്റ്റ് ബംഗാളിൽ കോട്ടെ 20 സീറ്റ് അവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, 40 അവർക്ക് കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ എണ്ണിയപ്പോൾ തന്നെ മനസ്സിലായില്ല 540 എത്ര കുറഞ്ഞു പോയി എന്നുള്ളത്. അതിലിനി അവരെ കൂടെയുള്ള കക്ഷികൾക്ക് സീറ്റ് കൊടുക്കണ്ടേ? പഞ്ചാബിലെല്ലാ സീറ്റും അവർക്ക് കിട്ടുമോ? ഹരിയാനയിലെല്ലാ സീറ്റും കിട്ടുമോ? അപ്പോൾ അതൊന്നുമില്ല. അവർ സീറ്റ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയെന്നൊക്കെ ഞാൻ രാഷ്ട്രീയ നിരീക്ഷണം എന്നുള്ള ആൾക്ക് വരെ പറയണം, അവരോട് അടുത്തൊരാളെന്നുള്ള ആൾക്ക് അവർക്ക് സീറ്റ് കൂടുതലൊക്കെ കിട്ടാം. പക്ഷേ 400 ടാർഗറ്റ് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ നമ്മുടെ ഈ കക്ഷികളും തകർന്നു പോകണം, പ്രാദേശിക കക്ഷികളും ഒന്നടക്കമില്ലാതായി പോകണം. ഇപ്പോൾ RJDക്കൊന്നും ഒരു സീറ്റും കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് JDUവിന് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇപ്പം 400 എന്നുള്ള ടാർഗറ്റ് അവർ ടാർഗറ്റ് ചെയ്യുക, അതൊക്കെ പറയാം. പിന്നെ അവർ സ്ട്രാറ്റജി കറക്റ്റാണ്. അത് തന്നെയാണ് മറ്റേ ലാലു പ്രസാദ് യാദവ് നമ്മുടെ അഖിലേഷ് യാദവും അതേമാതിരി തന്നെ തേജസ്വി യാദവും ലാലു പ്രസാദ് യാദവും ഒക്കെ വളരെ നർമ്മമായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസിനോട് എടുത്തിട്ടുള്ളത്. അതായത് അവർ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ ഭൂരിപക്ഷമുള്ള സമയത്ത് അവിടെ ഏറ്റവും ചെറിയ കുഷ്വാഹകളുടെ പാർട്ടിയെയും അനുപ്രിയ പാട്ടലിൻ്റെ മറ്റേ എന്താ പറയുക കുറുമി പാർട്ടിയെയും അതേമാതിരി തന്നെ ബോട്ട്മാൻമാരുടെ നിഷാദിൻ്റെ പാർട്ടിയെയും അവർക്കൊക്കെ സീറ്റ് കൊടുക്കുന്നു. അതേസമയം കോൺഗ്രസ് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് പോലും നിൽക്കുന്നില്ല എന്ന് ആണ് അവർ വാദിക്കുന്നത്. ഇപ്പം തന്നെ 11 സീറ്റ് ഓഫർ ചെയ്തിരിക്കുന്നു നമ്മുടെ അഖിലേഷ് പ്രസാദ് യാദവ്. വലിയ സീറ്റ് ഓഫറാണ് നിതീഷ് കൊടുത്തിട്ടുള്ളത്. 19-20 MLA-മാരാണ് അന്ന് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ തേജസ്വി പ്രസാദ് യാദവ് ലാലു. അന്ന് അവർ പറഞ്ഞ ഇത്രയധികം സീറ്റ് ഭരണത്തിലായിപ്പോയാൽ കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് പരാജയപ്പെട്ടത്, ലെഫ്റ്റിൻ്റെയും RJDയുടെയും സീറ്റുകൾ നിലനിർത്തി എന്നുള്ളതാണ് അവരുടെ വാദം ഉണ്ടായിരുന്നത്. അപ്പോൾ കോൺഗ്രസ് കുറച്ചും കൂടെ ചെറിയ പാർട്ടികളെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് അല്ലാതെ അതിന് വലിയ പ്രയാസങ്ങൾ കോൺഗ്രസിനുണ്ട്. എന്താ വെച്ചാൽ പഴയ കുറെ നേതാക്കന്മാർ പല സ്ഥലത്തും അവരെപ്പോഴാണ് ചാടുക എന്നുള്ളത് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് പലവിധ താല്പര്യങ്ങളുള്ള വോട്ടർമാരുടേതാണ്. RJDയുടേത് കേഡർ വോട്ടുകളാണ് എന്ന് പറയാം, അഖിലേഷിന്റേത് കേഡർ വോട്ടുകളാണ് എന്ന് പറയാം. അങ്ങനെ ഒരു കേഡർ വോട്ട് സംവിധാനമുണ്ടോ കോൺഗ്രസിന്? ഇല്ല, കോൺഗ്രസിന് ഒരു വോട്ടുണ്ട്. അതൊരു വൈകാരിക വോട്ടാണ്. അത് ഇന്ത്യയുടെ സ്വത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇന്ത്യയുടെ സെക്കുലർ പശ്ചാത്തലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നെഹ്റുവിയൻ ഇന്ദിരാജിയുടെ അങ്ങനത്തെ ഒരു വോട്ടാണ്. അതിനൊരു കാഡറോ ഇല്ല, അതിനൊരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇല്ലല്ലോ. അത്തരത്തിലുള്ള ഒരു പാർട്ടിയല്ലല്ലോ അത്. ഒരു കാലത്തും അങ്ങനെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 1967 ഓർഗനൈസേഷൻ മുഴുവൻ ഒരു ഭാഗത്ത് സിൻഡിക്കേറ്റ് എന്ന പേരിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടെ ആരുമില്ല. ഇന്ദിരാഗാന്ധി അവരെ തകർത്തു. 1990 എമർജൻസിക്ക് ശേഷം ബ്രഹ്മാനന്ദ റെഡ്ഡിയും ശരത് പവാറും AK ആന്റണിയും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവരെ ഇന്ദിരാഗാന്ധി ഒരു ഓർഗനൈസേഷനും ഇല്ലാതെ തകർത്തു. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഒരു വികാരമാണ്. കോൺഗ്രസ് എന്ന വികാരം ഇന്ത്യയുടെ മതേതരത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇന്ത്യയുടെ സെക്കുലർ ആയിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വോട്ടാണ്. രാഷ്ട്രീയ പോരാട്ടമാണെങ്കിൽ ശരിയെന്നേ, രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെങ്കിൽ ശരി. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം രാഷ്ട്രീയത്തിൽ മാത്രം ഊന്നിയുള്ളതാണോ? അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഭാഗത്ത് ഹിന്ദുത്വമുണ്ട്, മറ്റു ഭാഗത്ത് ഓരോ സ്ഥലത്തുള്ള ജാതി രാഷ്ട്രീയമുണ്ട്, DMKയുടെ ഭാഷാ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ദ്രാവിഡ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും നടക്കുന്നത് പാർട്ടി ഓർഗനൈസേഷൻ അല്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. പാർട്ടി കാഡർ എന്ന് പറഞ്ഞുള്ളത് CPM-നും ഭാരതീയ ജനതാ പാർട്ടിക്കും മാത്രമേ ഉള്ളൂ. ഈവൻ സമാജ്വാദി പാർട്ടിക്കോ RJDക്കോ കാഡറില്ല. അതെല്ലാം വൈകാരികമായിട്ട് യാദവ് MYD മുസ്ലിം യാദവ് ദളിത് അലയൻസാണ് ഈ 2 സ്ഥലത്തും UP-യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് ഒരു കാഡർ വൈസ് ആയിട്ടുള്ള അവിടെ ഉണ്ടായിട്ടുള്ള എന്തോ ഒരു വികാരമുണ്ട്, മനസ്സിലായില്ലേ? ഒരു വികാരം നമ്മൾ പറഞ്ഞല്ലോ, ജാതി വികാരമോ മതവികാരമോ സെക്കുലർ വികാരമോ എളുപ്പമായിരിക്കും അവർക്ക് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു പോയി എന്നേ ഉള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, അല്ലാണ്ട് അവർക്ക് കിട്ടും എന്താ അറിയോ? ഞാൻ ഇന്ത്യയുടെ സെക്കുലർ, അതെ കേൾക്കുന്നുണ്ട്, ഇന്ത്യയുടെ സെക്കുലർ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആൾക്കാർ കോൺഗ്രസിനോട് എപ്പോഴും നിൽക്കുന്നുണ്ട്. രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ കോൺഗ്രസിന്റെ വോട്ട് മോശമല്ലല്ലോ, ഛത്തീസ്ഗഡിലും ഏറ്റവും വലിയ അധികാര സ്ഥാനത്ത് ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ആളുകളെ അങ്ങനെ തന്നെ തിരികെ വിധി എഴുതി പരാജയപ്പെടുത്തിയ രാഷ്ട്രീയ ചരിത്രം കൂടി ഇന്ത്യക്കുണ്ട്. ഇന്ദിരാഗാന്ധി പരാജയപ്പെടുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ എന്ന തരത്തിലായിരുന്നു. അത്രമേൽ അധികാരത്തിന്റെ ഒരു ക്രോഡീകരിക്കപ്പെട്ട രൂപം, ഒരു മൂർത്തിമത് ഭാവമായിരുന്നു. പരാജയപ്പെട്ടു പോയി. 10 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവുണ്ട്. അതിനുശേഷം മാറി ചിന്തിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഇപ്പൊ നിതീഷ് പോയി, നിതീഷിന് സമാഹരിക്കാൻ കഴിയുന്ന കുറച്ച് വോട്ടുകളുണ്ട് എന്നതിനപ്പുറത്ത് അപ്പോഴും വോട്ട് ശതമാനം, വോട്ട് വിഹിതമൊക്കെ വെച്ചുകൊണ്ട് പ്രതിപക്ഷ ചേരിക്ക് ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. മധുവിൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. മധു, ഞാൻ കഴിഞ്ഞ 2 തവണയും എനിക്ക് പൂർത്തീകരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ശ്രീ രാജു പി നായരും ശ്രീ അരുൺകുമാറും ഒക്കെ ഇവിടെ പങ്കുവെക്കുന്ന ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, നിതീഷ് കുമാർ എന്ത് മറുപടി പറയും ഈ ജനങ്ങളോട്? നിതീഷ് കുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ്, അതാണ് ഇതാണ്, ശരി, സമ്മതിച്ചു. ചരിത്രം അങ്ങനെ ആ രീതിയിൽ വിലയിരുത്തുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ഞാനതല്ല ആലോചിക്കുന്നത്, ഈ നിതീഷ് കുമാർ 9ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മാത്രമാണോ നിതീഷ് കുമാർ വിശ്വസിക്കാൻ കൊള്ളാത്തവനും അതുപോലെ ഒന്നിനെ തോൽപ്പിക്കുന്നവനും ഒക്കെ ആയത്? 1.5 വർഷം മുമ്പ് അദ്ദേഹം 8ാം തവണ മുഖ്യമന്ത്രി ആയപ്പോൾ, അത് ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി അവിടെ മുഖ്യമന്ത്രി ആയപ്പോൾ, അത് മതേതരത്വത്തിൻ്റെയും ഈ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെയൊക്കെ മഹത്തായ വിജയമായിട്ടാണല്ലോ ഇവരൊക്കെ ആഘോഷിച്ചത്. അന്ന് 2014 തവണ 5 തവണ കാര്യം മാറിയിട്ടുണ്ട്. അങ്ങനെ അതായത് ബി ജെ പി മുന്നണി വിട്ടുവന്ന ആദർശധീരനും ജനാധിപത്യവാദിയും മതേതരത്വത്തിന്റെ അപ്പോസ്തലനും ഒക്കെ ആയിട്ടായിരുന്നല്ലോ ഇവരെല്ലാം നിതീഷ് കുമാറിനെ ആഘോഷിച്ചത്. അതേ നിതീഷ് കുമാർ ഇപ്പോൾ 9ാമത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വന്നു, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ അതുപോലെ ഈ മഹാരാഷ്ട്രയിലെ കാര്യമൊക്കെ അദ്ദേഹം ഇവിടെ നിന്ന് വളരെ സങ്കടത്തോടെ വിലപിക്കുന്നത് കണ്ടു. BJP ശിവസേന ഉറച്ച മുന്നണിയായി കാലങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി ഉറച്ച മുന്നണിയായി നിന്ന് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സ്ഥലമാണ് മഹാരാഷ്ട്ര. അവിടെ നിന്ന് ശിവസേനയെ ചാടിച്ചു കൊണ്ടുവന്നപ്പോൾ അന്ന് അവർക്കത് ശിവസേന പോലൊരു പ്രസ്ഥാനം മതേതരത്വത്തിൻ്റെ കൂടാരത്തിലേക്ക് വന്നത് ഇവിടുത്തെ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു മഹത്തായ വിജയമായിട്ടാണ് ഇവർ ആഘോഷിച്ചത്. ഇതേ പണി BJP തിരിച്ചും കൊടുത്തുന്നേ. ഈ പണി നിങ്ങളത് ചെയ്യുമ്പോൾ, ഇവരത് ചെയ്യുമ്പോൾ അത് മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വിജയവും, BJP അത് ചെയ്യുമ്പോൾ അത് കുതിരക്കച്ചവടവും മറ്റത് മറിച്ചതുമായിട്ട് മാറുന്നു. ഈ കേരളത്തിൽ അരുൺകുമാർ പറഞ്ഞല്ലോ 2011 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, അതിനുശേഷം പാറശാല MLA ആയിരുന്ന ശെൽവരാജിനെ ഈ കോൺഗ്രസ്സുകാർ ചാടിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ ഇതിൽ നിന്ന് രാജിവെപ്പിച്ച് വീണ്ടും അവിടെ തന്നെ മത്സരിപ്പിച്ച് MLA ആക്കിയ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. അതെന്തോന്ന് കച്ചവടമാണ്? കുതിരക്കച്ചവടോ, കഴുതക്കച്ചവടോ, എന്താണ് പറയുന്നത്? ഈ കച്ചവടം ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന കാര്യമാണെന്നേ. ഇവിടെ കാലങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. രാജു പി നായർ ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഏറ്റവും അധികം തവണ ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ്. 100-ലധികം തവണയാണ് ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട്, ഗവർണർമാരെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ വിക്ടിം ഒരാൾ CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് ഇവരുടെ കയ്യിൽ അധികാരമുണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാധുവിൻ്റെ ചോദ്യത്തിലേക്ക്, 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇന്ദിരാഗാന്ധി വീണിട്ടുണ്ട്. അങ്ങനെ ആ സാഹചര്യമല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അടിയന്തരാവസ്ഥ എന്ന ഭീകര ദിനങ്ങൾ കഴിഞ്ഞതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് നടന്നത്. അന്ന് കോൺഗ്രസിനൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ റിപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും ഒതുങ്ങിക്കഴിഞ്ഞു, അടിച്ചൊതുക്കി കഴിഞ്ഞു, ധൈര്യമായിട്ട് ഇനിയും തെരഞ്ഞെടുപ്പിന് പോകാം എന്ന ഒരു ധാരണയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിന് പോയത്. അത്
ഇവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ ജനവികാരം ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ കേരളത്തിലൊഴിച്ച് ബാക്കിയുള്ളിടത്ത് അവിടെ 2 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. ആ സാഹചര്യവും ഇന്നത്തെ സാഹചര്യം തമ്മിൽ കമ്പയർ ചെയ്യരുത്. പിന്നെ ഫസൽ കപൂർ സാറിൻ്റെ ഇവിടെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞു. കുറച്ച് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനും അങ്ങോട്ട് പറയാം. ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ അടുത്ത തവണ 1-2 സീറ്റ് BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ 5-ൽ കുറയാത്ത സീറ്റ് ജയിക്കും. കർണാടകത്തിൽ 25 സീറ്റ് ജയിക്കും. സംയുക്ത ആന്ധ്ര തെലങ്കാന സീറ്റ് 20 സീറ്റ് ജയിക്കും. ഒറീസയിൽ 10 സീറ്റ് ജയിക്കും. ഇവിടെ മധ്യപ്രദേശിൽ 26 സീറ്റ് ജയിക്കും. മഹാരാഷ്ട്രയിൽ 40 സീറ്റ് ജയിക്കും. ഗുജറാത്തിൽ 26 ജയിക്കും. രാജസ്ഥാനിൽ 25 ജയിക്കും. ഇവിടെ ഡൽഹിയിൽ 7 ജയിക്കും. ഇവിടെ UPയിൽ 75 സീറ്റ് ജയിക്കും. ഹരിയാനയിൽ 9 സീറ്റ് ജയിക്കും. പഞ്ചാബിൽ 2 സീറ്റ് ജയിക്കും. കാശ്മീരിൽ 3 സീറ്റ് ജയിക്കും. ബീഹാർ BJPയുടെ കൈൽവേളയിലിരിക്കും എന്നൊരു ഊഹം പോലും ഉണ്ടായിരുന്നില്ല ആർക്കും എന്നിടത്താണ് BJPയുടെ ആത്മവിശ്വാസത്തെ അത്രത്തോളം അവഗണിക്കേണ്ടതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ ശ്യാമപ്രസാദും കൂടെ 10,000 രൂപയുടെ ബെറ്റ് നിങ്ങളെ മുന്നിൽ 10,000 ബെറ്റ്. ശരി സാർ, 400 കടക്കൂലാന്ന് ഞങ്ങൾ തമ്മിൽ NDA സഖ്യം 400 കടക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 10,000 നമുക്ക് ഇലക്ഷൻ ദിവസത്തെ ചർച്ചയിൽ മാത്രം തന്നെ അത് ഓക്കെ ചെയ്യാം. എന്തായാലും രണ്ടുപേരും മന്ത്രികളായിരിക്കുമല്ലോ. ശ്രീ രാജു പി നായർ അടയ്ക്കുന്ന മറ്റൊരു വാതിലെന്ന് പറയുന്നത് സാമ്പത്തികമാണ്. നിതീഷ് ഒരു വലിയ ഫണ്ട് റൈസർ ആയിരുന്നു. ബീഹാറിൽ നിന്ന് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വലിയ തുക സമാഹരിക്കാൻ കഴിയുമായിരുന്നു. അതുകൂടിയാണ് ഇല്ലാതാകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ ഇന്ധനമാകുന്ന സാമ്പത്തിക ശേഷിയിൽ കൂടെ നിങ്ങൾ വലിയ പിന്നിൽ നിൽക്കുന്നൊരു ഘട്ടമുണ്ട്. അവിടെയാണ് നിതീഷിനെ പോലെ നിങ്ങൾക്ക് സംഭാവന ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് വലിയ ശക്തിയായി നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് മറികടം ചാടുന്നത്. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, BJPയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഉണ്ടായ നമ്മുടെ നോട്ട് നിരോധനം, അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യം കള്ളപ്പണം ഇല്ലാതാക്കുകയോ മറ്റൊന്നും ആയിരുന്നില്ല. മറിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ സംവിധാനങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു ആ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കളികളെല്ലാം അല്ലെങ്കിൽ ഈ ജനാധിപത്യ വിരുദ്ധതകളെല്ലാം ഉണ്ടാകുമെന്നുള്ളതും ഈ ഒരു ആശയ പോരാട്ടം നടക്കുന്നത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമല്ല, മറിച്ച് ഒരു സംവിധാനത്തോടാണെന്നുള്ളതും ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും ഇലക്ഷൻ കമ്മീഷനും ഉൾപ്പെടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനത്തിനെതിരായിട്ടാണ്. ഈ പോരാട്ടം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ ഈ ജയത്തിന്റെ കാര്യമെല്ലാം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഘടിപ്പിക്കുന്ന വിജയം, കാരണം പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറിയത് ഉൾപ്പെടെ ഉള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന് വന്ന് എന്തു വർഗീയതയും എന്തും പ്രസംഗിക്കാം. പക്ഷെ കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിമർശിച്ചാൽ പോലും നോട്ടീസ് അയക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണെന്നല്ല നമുക്കറിയാം. പിന്നെ ശ്രീ ഫസൽ കപൂർ സാർ ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായിരുന്നു പ്രാദേശിക രാഷ്ട്രീയത്തെ കുറിച്ച്. അതിനു മുമ്പ് ഒരു ലൈറ്റർ നോട്ടിൽ സാർ ആ ബെറ്റ് ജയിക്കുമ്പോൾ ഞങ്ങൾക്കൊരു നോക്കുകൂലിയോട് തന്നേക്കണേ എന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞ പ്രാദേശിക കക്ഷികളുടെ സാഹചര്യം BJP എപ്പോഴും ചെയ്യുന്നത് ഇതാണ്. ഈ പ്രാദേശിക കക്ഷികളെ ഇല്ലാതെയാക്കുക എന്നുള്ളൊരു രാഷ്ട്രീയം കൂടി അവർ കാണിക്കുന്നുണ്ട്. ഇപ്പൊ BSP മായാവതിക്ക് അത് സംഭവിച്ചു. മായാവതി ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു അംഗത്തെ മാത്രം വെച്ചിരിക്കുകയാണ്. ഒരു സംസ്ഥാനം, അത്രയും 431 സീറ്റുള്ള ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിയെ BJP അവരിലേക്ക് കൊണ്ടുപോയി വിശ്വാസ്യത തകർത്ത് അവരുടെ മുഴുവൻ സംവിധാനങ്ങളെയും തകർത്ത് അവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പൊ ഇത്തരത്തിലുള്ള സമീപനം ഇവർ എടുക്കുന്നു. ഇപ്പൊ ശിവസേനനെ ചെയ്തതെന്താ? ശിവസേന ഇതേപോലെ തന്നെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച്, അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് അവരെ ഇത് ചെയ്തു. ശിവസേന എന്നൊരു പാർട്ടിയെ ഇല്ലാതെയാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അവര് ഒരു പാർട്ടിയിലേക്ക്, ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഒരു പാർട്ടി എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് BJP ഭരണപരമായി മാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തോടു കൂടി തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെയ്യുന്ന 9ാം തവണയും ബീഹാറിന് മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. അതിന് ചാലകശക്തിയായി നിൽക്കുന്ന രാഷ്ട്രീയ മുന്നണികളിൽ മാറ്റമുണ്ടായിരിക്കുന്നു, സമവാക്യങ്ങളിൽ മാറ്റമുണ്ടായിരിക്കുന്നു. എന്നതിനപ്പുറത്ത് നിതീഷിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല.
ജയറാം രമേശ് എന്ന് പറഞ്ഞതുപോലെ ഓന്ത് നാണിച്ചു പോകുന്ന നിറം മാറ്റം എന്നൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി പറയണമെങ്കിൽ അത് അദ്ദേഹത്തെ വ്യക്തിപരമായ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും ആനുകാലിക രാഷ്ട്രീയത്തിൽ അങ്ങനെ പറഞ്ഞാൽ അത് നിതീഷിനെ കുറിച്ചാണോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സാഹചര്യം പോലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. എന്തായാലും BJPയുടെ രാഷ്ട്രീയ കളികളിൽ ഇനി പ്രതിപക്ഷം പ്രതീക്ഷിക്കേണ്ട എന്താണ് എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. വളരെയധികം നന്ദി. പാനലിസ്റ്റുകൾക്കും